തൃശൂരിൽ വീണ്ടും കിറ്റ് ആരോപണം. കാച്ചേരിയിലെ അച്ചാർ കമ്പനിക്കകത്ത് കിറ്റുകൾ കണ്ടെത്തി. BJP വിതരണത്തിനായി തയ്യാറാക്കിയ കിറ്റുകളാണെന്നാണ് ആരോപണം. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച BJP സ്ഥാനാർത്ഥി അബിൻസിന്റെ സഹോദരന്റെ സ്ഥാപനത്തിൽ നിന്നാണ് കിറ്റ് കണ്ടെത്തിയത്. 4 ദിവസം മുമ്പ് ഒളരിയിലെ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിനകത്ത് കിറ്റുകൾ പിടിച്ചതാണ്. അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനകത്ത് ഞങ്ങൾ വ്യാപകമായി BJP ഇത്തരത്തിലുള്ള കിറ്റുകൾ വിതരണം ചെയ്യുന്നു എന്ന് ഞങ്ങൾ പരാതി കൊടുത്തതാണ്. കാരണം അവർ തോൽക്കും എന്നുള്ള കാര്യത്തിനകത്ത് ഏകദേശം ധാരണയായതിന്റെ അടിസ്ഥാനത്തിൽ BJP സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാട് ഈ മണ്ഡലത്തിനകത്ത് സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ആളുകൾ വ്യാപകമായി പണം കൊടുത്തുകൊണ്ടും അതുപോലെ തന്നെ കിറ്റ് കൊടുത്തുകൊണ്ടും ഈ നാടിനകത്തെ പാവപ്പെട്ട ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള വലിയ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഉടമസ്ഥൻ അനീഷിന്റെ ചേട്ടൻ അബിൻസ് ഇന്നലെയും കൂടി എന്നോട് ഒന്ന് ചോദിച്ചാണ്, കാച്ചേരിമ ആർക്കെങ്കിലും കിറ്റ് വേണമെങ്കിൽ നീ ഒന്ന് കണ്ണടച്ചാൽ മതി, നമുക്ക് എല്ലാവർക്കും വേണമെങ്കിൽ സഹകരിച്ച് ആർക്കും വേണമെങ്കിൽ കൊടുക്കാണ്. കാശും കിറ്റും കൊടുത്തിട്ട് തന്നെ കഴിഞ്ഞ വട്ടം വരെ ഇലക്ഷനിലെ ആൾ വോട്ട് പിടിച്ചത് മുഖത്തേക്ക് പറഞ്ഞിട്ടുണ്ട്. ഇവര് ഈ ഭാഗത്തന്നെ കുറെ നാളെ തുടങ്ങുന്നുണ്ട്. കുറെ ഒരു 1.5 ആഴ്ചയായിട്ട് ഈ ഭാഗത്ത് കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. വിവരങ്ങളുമായി അനീഷ് ആന്റണിയാണ് ചേരുന്നത്. അനീഷ്, ഇപ്പോൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നാളെയാണ് വോട്ടെടുപ്പ്. ഇപ്പോൾ BJPക്കെതിരെ വലിയ ആരോപണങ്ങളാണ് വരുന്നത്. കിറ്റ് വിവാദം വരുന്നു, നോട്ട് വിതരണം വരുന്നു. ഇപ്പോൾ വീണ്ടും കിറ്റ് ആരോപണം വന്നിരിക്കുകയാണ്. വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, തൃശൂർ ജില്ലയിൽ തന്നെ ഇത് 3ാമത്തെ കിറ്റ് ആരോപണമാണ് BJPക്ക് നേരെയുള്ളത്. ആദ്യം സംഭവിച്ചത് തൃശൂർ മണ്ഡലത്തിൽ തന്നെ പെടുന്ന ഒളരി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെയുള്ള സൂപ്പർ മാർക്കറ്റിൽ കിറ്റുകൾ തയ്യാറാക്കി വെച്ചതായി LDF പ്രവർത്തകർ കണ്ടെത്തുകയും അതേ തുടർന്ന് വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഉന്നയിക്കുകയും BJP അത് നിഷേധിക്കുകയൊക്കെ ചെയ്തു. ആ സൂപ്പർ മാർക്കറ്റ് അടച്ചുപൂട്ടുകയും ചെയ്തു. അതിന്റെ തൊട്ടടുത്ത ദിവസം വീണ്ടും BJPക്ക് നേരെ വലിയ കിറ്റ് വിവാദം വീണ്ടും ഉണ്ടായി. അത് മണലൂർ മണ്ഡലത്തിൽ പെടുന്ന വാടാനപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. വാടാനപ്പള്ളിയിലെ ഒരു സൂപ്പർ മാർക്കറ്റ് ഗോഡൌണിൽ 1500-ലധികം കിറ്റുകൾ തയ്യാറാക്കി വിതരണത്തിനായി വെച്ചു എന്നുള്ള രീതിയിൽ LDF കണ്ടെത്തുകയും LDF UDF പ്രവർത്തകർ ആ സൂപ്പർ മാർക്കറ്റ് ഗോഡൌൺ വളയുകയും നടൻ ദേവൻ ഉൾപ്പെടെ അതിനുള്ളിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. സൂപ്പർ മാർക്കറ്റിന്റെ മുകളിലെ വീട്ടിൽ അതും വലിയ ആരോപണം ഉന്നയിക്കുകയും അതിനെതിരെ കേസെടുക്കുകയും ഒക്കെ ചെയ്തു. സൂപ്പർ മാർക്കറ്റ് ഉടമയ്ക്കും അതുപോലെ തന്നെ കിറ്റ് ഓർഡർ ചെയ്ത ആൾക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം കേസെടുക്കുകയൊക്കെ ചെയ്തു. ഇന്നിപ്പോൾ നിശബ്ദ പ്രചാരണമാണ്. നാളെ കേരളം വിധി എഴുതാൻ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ദിവസമാണ്. അങ്ങനെ ഇരിക്കെ ഇന്നും വീണ്ടും തൃശൂർ മണ്ഡലത്തിൽ തന്നെ പെടുന്ന തൃശൂർ കാച്ചേരി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനുള്ളിലെ അച്ചാർ കമ്പനി ഉള്ളിലാണ് ഇത്തരത്തിൽ 100 കണക്കിന് കിറ്റുകൾ വിതരണത്തിനായി തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. LDF പ്രവർത്തകർ തന്നെയാണ് ഇവിടെയും എത്തി ഇത്തരത്തിൽ കിറ്റുകൾ കണ്ടെത്തുന്നതും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും പോലീസിനെയും ഒക്കെ അറിയിക്കുന്ന പ്രവർത്തകർ. LDF പ്രവർത്തകർ ആരോപിക്കുന്ന കഴിഞ്ഞ 1.5 ആഴ്ചയായി പ്രദേശത്ത് ഇത്തരത്തിൽ ഇവിടെ നിന്നും തയ്യാറാക്കി വെച്ചിരിക്കുന്ന കിറ്റുകൾ വിതരണം ചെയ്തു വരികയാണെന്നാണ് LDF പ്രവർത്തകരുടെ ഗുരുതരമായ ആരോപണം. തൃശൂർ കോർപ്പറേഷനിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയുടെ സഹോദരന്റെ ഉടമസ്ഥ അനീഷ് എന്ന് പറയുന്ന ആളുടെ ഉടമസ്ഥതയിലുള്ള അച്ചാർ കമ്പനിയിൽ നിന്നാണ് ഇത്രയധികം കിറ്റുകൾ കണ്ടെത്തി. എന്തായാലും ഒല്ലൂർ പോലീസും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും അവിടെ സ്ഥലത്തെത്തി പരിശോധന നടത്തിയ അച്ചാർ കമ്പനി ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. അച്ചാർ കമ്പനി പൂട്ടിയിരിക്കുകയാണ്. എന്തായാലും ഇതിന്റെ തുടർ നടപടികൾ എന്തുണ്ടാകുമെന്നുള്ള കാര്യം കണ്ടറിയണം. കാരണം ഇതിനും കേസെടുക്കാൻ ഒരുപാട് നിയമ നടപടികളുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി വേണം, കോടതിയുടെ അനുമതി വേണം. അത്തരത്തിൽ കേസെടുക്കുമോ എന്നുള്ള കാര്യം കൂടി കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും CPM പ്രവർത്തകർ CPM തൃശൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നിരവധി CPM പ്രവർത്തകർ ഇപ്പോൾ ഇവിടെ തടിച്ചുകൂടി നിൽക്കുകയാണ്. എന്തായാലും 100 കണക്കിന് കിറ്റുകളാണ് വിതരണം ചെയ്തത്. അതിൽ നമ്മളിപ്പോൾ ടെലികാസ്റ്റ് ചെയ്ത് കാണിച്ച ബൈറ്റിൽ തന്നെ പറയുന്നു, ഈ സ്ഥാനാർത്ഥി കോർപ്പറേഷനിൽ BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പരാജയപ്പെട്ട ആൾ കഴിഞ്ഞ ദിവസം ബൈറ്റിൽ സംസാരിച്ച ആളോട് കിറ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ പറയണം, വിതരണം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് സംസാരിച്ചെന്നുള്ള ഒരാൾ കൂടി നമ്മളോട് പ്രതികരിക്കുകയുണ്ടായി. എന്തായാലും അവരുടെ LDFന്റെ ആരോപണം ശരിവെക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണമൊക്കെ വന്നത്. എന്തായാലും ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തെല്ലാം നടപടി സ്വീകരിക്കും എന്നുള്ള കാര്യമാണ് ഇനി കണ്ടറിയേണ്ടത്. കാർത്തു. ശരി, വ്യക്തമാണ്. നാളെ വോട്ടെടുക്കാനിരിക്കെ ഇപ്പോൾ BJPക്ക് നേരെ ഗുരുതരമായ ആരോപണങ്ങളൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ 3ാമത്തെ കിറ്റ് ആരോപണമാണ് BJPക്ക് നേരെ വരുന്നത്. ഇതിനുശേഷം വോട്ട് വിതരണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വിവാദമുണ്ടായിരുന്നു. സാരി വിതരണം ചെയ്തു എന്ന രീതിയിലും BJPക്കെതിരെ വലിയ ആരോപണമുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും കിറ്റ് ആരോപണം ഉണ്ടായിരിക്കുകയാണ്. തൃശ്ശൂരിൽ തന്നെയാണ് ഇത്തരത്തിൽ BJPക്കെതിരെ കിറ്റ് ആരോപണം ഉണ്ടായിരിക്കുന്നത്. കാച്ചേരിയിലെ അച്ചാർ കമ്പനിക്കകത്താണ് ഈ കിറ്റുകൾ കണ്ടെത്തിയിരിക്കുന്നത്. BJP വിതരണത്തിനായി തയ്യാറാക്കിയ കിറ്റുകളാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന
വിവരം. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച BJP സ്ഥാനാർത്ഥി അബിൻസിന്റെ സഹോദരന്റെ സ്ഥാപനത്തിൽ നിന്നാണ് ഇത്തരത്തിൽ കിറ്റുകൾ കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും BJPക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അനീഷ് ആന്റണിയാണ്.